പ്രേക്ഷകർക്കും റംസാൻ മുബാറക്. റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പകലന്തിയോളം നാഥനെ ആലോചിച്ച് ഉപവാസത്തിൽ ഏർപ്പെടുന്ന വിശ്വാസികൾ നോമ്പു തുറക്കുമ്പോൾ നോമ്പു തുറക്കി തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇഫ്താർ വിഭവങ്ങളുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി ഇന്ന് വിഭവം തയ്യാറാക്കുന്നത് ഷെറീനയാണ്. ഷെറീന കേരള വിഷൻ പ്രേക്ഷകർക്കായി ഇന്ന് ഒരുക്കുന്നത് എന്ത് വിഭവമാണെന്നും അതെങ്ങനെയാണെന്നും നമുക്ക് ഷെറീനയോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെറീനയെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഷെറീനയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഷെറീന, അസ്സലാമു അലൈക്കും. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? ഉന്നക്കായ. അതെ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, സിമ്പിൾ എന്ന് പറയാനുള്ളൂ, പക്ഷെ അത്ര സിമ്പിളൊന്നല്ല, എന്നാലും നമ്മുടെ എല്ലാ കുട്ടികളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായാണ്. അറിയാം, പ്രേക്ഷകർക്ക് മിക്ക പേർക്കും അറിയായിരിക്കും, എന്നാലും ഷെറീനയുടെ സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്ന് പറയൂ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? പഴം കട്ട് ചെയ്തിട്ട് ആവിയിൽ വേവിക്കുക. ആവിയിൽ വേവിക്കുകയാണെങ്കിൽ വെള്ളം അധികം കൂടില്ല, അല്ലെങ്കിൽ വെള്ളം കൂടി ഓക്കെ. അപ്പോൾ ആവിയിൽ സ്റ്റീമറിൽ ചെയ്തെടുക്കുക. അതങ്ങനെ ചെയ്തതാണിത്. ഓക്കെ. പിന്നെ പഞ്ചസാര, കേശു, അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി, നെയ്യ്, ഏലക്കായപ്പൊടി, പിന്നെ എണ്ണ, തേങ്ങ. ആദ്യം തേങ്ങ നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങണ്ട, പകരം ആവി കയറ്റിയെടുത്താലേ നമുക്ക് ഈ ഒരു സൈസിൽ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ്. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് കുറച്ച് ഒരു 1-1.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കാം. ഓക്കെ. ചെറിയ കഷ്ണങ്ങളാക്കിയാൽ കുട്ടികൾ കഴിക്കും. കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണ്. അങ്ങനെ നിങ്ങൾ വേറെ നട്ട്സ് ചേർക്കണോ? വേണ്ടല്ലോ. ഓക്കെ. ബദാം, അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടെ അത് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്കുള്ള മുന്തിരി. ചിലർക്ക് മുന്തിരിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഒഴിവാക്കി കൂടെ. ഇതങ്ങനെ ഇടണം നിർബന്ധമില്ല, പക്ഷെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്, ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റ്, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ രസമാണ്. ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇവരിപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊക്കെ കരിയുണ്ട്. നല്ലോണം ബ്രൗൺ ആവണ്ട, ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇട്ടാം. തേങ്ങൻ്റെ മധുരം തന്നെ അത്യാവശ്യം ഉണ്ടാവും. പഴവും മധുരമാണ്. ഇപ്പം ആവശ്യത്തിനുള്ള മധുരം, ഫ്ലേവറിന് ഏലക്കായ പൊടിച്ചത് ഇപ്പം ചേർത്തൊന്നുകൂടെ. യെസ്. ഇപ്പം ആ ഒരു ഏലക്കായൻ്റെയും തേങ്ങൻ്റെയും പിന്നെ ഒക്കെ കൂടെ നല്ല നല്ല സ്മെല്ലുണ്ട്. ഏകദേശം കളറൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് മാറിയണം. ചൂടാറും ഞാൻ കുറച്ചുകൂടെ എനിക്ക് എളുപ്പം പഴം നിറച്ചതാണ്. ഈ സെയിം ഐറ്റംസ് പഴം നെയ്യിൽ പൊച്ചിട്ട് ഇങ്ങനെ കീറി വെക്കണ ഐറ്റം. കാരണം ഈ പഴം പുഴുങ്ങിയെടുക്കൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. വെള്ളം
അധികം ആവണ? ഇത് നല്ല പഴമാണോ? ആ ഈ ഒരു പോലെ ഉണ്ടാവും. ഒരു ബ്ലാക്ക് കളറുള്ള പഴമാണ് അധികം എന്നെ ചതിക്കണ പഴം. ബ്ലാക്ക് കളർ എടുക്കാൻ പാടില്ല, ഇതേ ഇതിലെടുക്കണം. പിന്നെ ചില പഴം ഉള്ളിൽ കല്ലുണ്ടാവും. അപ്പോൾ അതും ഒരു കിഴങ്ങ് മരത്തിലുള്ള. ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡിൻ്റെ പൊടി അല്ലെങ്കിൽ ചരിപ്പൊടി ചേർത്തിട്ട്. ഓക്കെ. അപ്പോൾ അഥവാ ഈ പഴം കുഴയ്ക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബ്രെഡ് പൊടിയോ പകരം അരിപ്പൊടിയോ മിക്സ് ചെയ്തിട്ട് ശരിയാക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് താങ്ക് യു. പിന്നെ പലപ്പോഴും എനിക്കിങ്ങനെ പാളിച്ച പറ്റാറുണ്ട്. ഓക്കെ. അപ്പോൾ തേങ്ങ നല്ല കറക്റ്റ് ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. നമുക്കിതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ഇത് ചൂടാറുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? ഇനിയിപ്പോൾ അതൊന്നുമില്ല, ചൂടാറി കിട്ടണം. എന്നിട്ടത് നമ്മൾ കുറച്ച് കയ്യിൽ നെയ്യ് തടവിയിട്ട് ഇത് പരത്തുക. എന്നിട്ട് അത് ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഉന്നം പോലെ ആക്കുക. അത് നമ്മൾ വെച്ചെടുക്കാം. ഓക്കെ. അപ്പം നമുക്ക് ചൂടാറുമ്പോഴത്തേക്കും എണ്ണ വെച്ച് ചൂടാക്കി വെച്ചു. ചിലർ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കും, ചിലർ നല്ലോണം മുക്കി പൊരിച്ചു. നമ്മളിങ്ങനെയാണ് ചെയ്യണത്, നമ്മളൊരു മീഡിയം ഫ്ലേവറിലാണ് ചെയ്യണത്, ഓവറായിട്ടില്ല. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ചൂടൊക്കെ ആറി തുടങ്ങിയിട്ടുണ്ട്. നെയ്യോ ഒട്ടാതിരിക്കാനാണ്. അത് നമ്മൾ ഈ പഴം കുഴച്ചെടുക്കുമ്പോഴും നെയ്യ് കുറച്ച് ചേർക്കണം, നന്നായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് വേഗം ആ ഒരു ഫോമിൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ പരത്തുക. കുറച്ച് നടുക്ക് കുറച്ചുകൂടെ വെച്ച് പരത്തിയിട്ട് കുഴി പോലെ ആക്കിയിട്ട് ഫില്ലിങ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പൊതുവെ നല്ല ഇഷ്ടമാവും, കാരണം മധുരമാണല്ലോ. പഴം അങ്ങനെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ഫോമിൽ എന്ത് ചെയ്യാം, ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ ഇത് മറ്റേ ഇതിലൊക്കെ കോട്ട് ചെയ്യും അല്ലേ, ഈ മുട്ടയിലോ മാവിലോ ഒക്കെ. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശരിക്കും ചെയ്തെടുക്കും. നമുക്ക് ഉണ്ടാക്കിയത് ഓരോരോ ഫോമിൽ ഉള്ളത് നമുക്ക് ഇങ്ങനെ മാറ്റി ഉന്നക്കായ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു പഞ്ഞി ഒക്കെ ഇങ്ങനെ പറന്നു പോണ ഒരു കായ, അതിൻ്റെ സെയിം ഷേപ്പാണിത്. നമുക്ക് 2-3 ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് കുറച്ച് ചെയ്യാറുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഉന്നക്കായ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഭംഗിയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ അത് പഴംപൊരി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് രൂപാന്തരപ്പെടല്. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു നല്ല കഴിവാണ്. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു സെയിം മോഡൽ തന്നെ നല്ല എക്സ്പേർട്ട് ആയതാണ്. യെസ്, എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി വെക്കണ ഡിഷസ് ആണ് ഇത്. അത് ശരിക്കും നമ്മളെ വീട് വിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ മിസ് ചെയ്യുക. അപ്പം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഓവറായി കഴിഞ്ഞാൽ എണ്ണയിൽ വീഴുമ്പോൾ പഴം പൊട്ടിയിട്ട് തേങ്ങ പുറത്തേക്ക് വരും. അപ്പം അതിനെ നോക്കിയിട്ട് ഫില്ല് ചെയ്താൽ മതി. മോള് എവിടെയാണ് പഠിക്കുന്നത്? ഓ, ഓക്കെ. അപ്പോൾ പിന്നെ നമുക്കത് പൊരിച്ചെടുക്കാം അല്ലേ? ഇത് നല്ല തീയിലിടാം. ഇത് ചെറിയ തീയിൽ ഫ്രൈ ചെയ്ത്. ഓക്കെ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിടാതെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പഴം നമ്മൾ പൊരിച്ചെടുക്കാൻ. നല്ല
കുറച്ചിടണം. പൊട്ടാതെ പതുക്കെ ഇങ്ങനെയുള്ള എലമെന്റ്സ് ഇതിലുള്ളതുകൊണ്ടാണ് ഞാനിത് പലപ്പോഴും പഴംപൊരിയാക്കി മാറ്റുന്നത്. കുറച്ച് ക്ഷമ വേണം. ക്ഷമ വേണം, ശ്രദ്ധ വേണം. ഇതിൽ നമ്മൾക്ക് ഈ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ അവിലില്ലേ, അവില് വറുത്തിട്ട് ഇട്ടാലും നന്നായിരിക്കും. പക്ഷെ മക്കൾക്ക് ഒന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. കുട്ടികൾക്ക് എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഐറ്റംസ് ആണ് ഇഷ്ടമുണ്ടാവുക. അവലൊക്കെ വരുമ്പോൾ നമ്മൾ അടയിൽ ചില ആൾക്കാർ ചേർക്കുമല്ലോ അല്ലെ, അട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂട്ടി ഇതിൻ്റെ ഒരു കളറ് മാറി കിട്ടണ വരെയാണ് ഇതിൻ്റെ ഒരു കുറച്ച് ബ്രൗൺ, കുറച്ച് നല്ല ബ്രൗൺ ആവണ്ട. നമ്മൾ ഇതെല്ലാം നോക്കി നിൽക്കണം. ആ അത് പാല് തിളപ്പിക്കാൻ വെക്കണ മാതിരിയാണ്. നമ്മൾ മാറാൻ കാത്തൊക്കെ ആയിരിക്കും ഇത് കരിയാൻ. ഇതിൻ്റെ എല്ലാ സൈഡും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അങ്ങനെ ചെറുതായി ചെറുതായി പിന്നെ നമ്മൾ അങ്ങനെ സ്പീഡിലാണ്ട് മറിക്കാൻ പറ്റില്ല. അപ്പോൾ പൊട്ടും. പൊട്ടിപ്പോയ പിന്നെ ഫുള്ള് എണ്ണയും നാശാവാകെ എല്ലാം ഫുള്ള് അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കിങ്ങനെ ചെയ്തൊരു തയക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അത് ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം. എന്താണ് ഉണ്ടാക്കുക? ഞങ്ങൾ പൊതുവേ സ്നാക്സ് കുറവാണ്. മീൻസ് ഒന്നാമത് സമയക്കുറവ്, പിന്നെ അവിടെ അധികം ആൾക്കാരും ജിമ്മ് അങ്ങനെ കുറച്ച് ഡയറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അധികം ഫ്രൂട്ട്സ് തന്നെയാണ് ഉണ്ടാവാറ്. ഫ്രൂട്ട്സും ജ്യൂസും തന്നെ. അഥവാ കൊതിയാവുകയാണെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ മാതിരി പഴം വാട്ട്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കട്ട്ലറ്റൊക്കെ എണ്ണ കുറച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. അവിടെ സ്ഥിരം പലഹാരങ്ങളുണ്ടോ? എന്തെങ്കിലും വേണം. ഇഷ്ടമാണ്. അധികം എന്താ ഏത് ഐറ്റംസ് ഇത് തന്നെയാണോ? ഉന്നക്കായാണോ സ്പെഷ്യൽ? ഇഷ്ടമല്ല. അപ്പോൾ എന്താ? ഓ അങ്ങനെ. സമൂസൊക്കെ ഇപ്പോൾ ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. ആ ഇങ്ങനെ എല്ലാ സൈഡും ഏകദേശം സെറ്റായിട്ടില്ല അല്ലേ? നമുക്കിതൊന്ന് കിട്ടണം. കറക്റ്റ് ആ ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ഒരു ബ്രൗൺ കളറിലേക്ക്. കുറേ നേരം എണ്ണയിൽ വെക്കുമ്പോൾ പിന്നെ വേഗം കളർ മാറും അല്ലേ? ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു പച്ച. പിന്നെ ഇത് നമുക്ക് കോരിയെടുക്കാം. പെർഫെക്റ്റ്. നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നാലും കറക്റ്റ് ഷേപ്പിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് അല്ലേ? അപ്പം കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം അല്ലേ? ആവശ്യത്തിന് ചേർക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പഴമായതുകൊണ്ട് അതിൻ്റെ മധുരം ഉണ്ടാവും, തേങ്ങേൻ്റെ മധുരം ഉണ്ടാവും. പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ എന്തായാലും ഈ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഉരുട്ടിയെടുത്ത പ്രോസസ്സ് അത് എങ്ങനെ അങ്ങനെ കിട്ടും എന്നുള്ളതിന് എനിക്കും നല്ലൊരു ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കറക്റ്റായിട്ട് വേവിച്ചെടുക്കണം, അഥവാ വെള്ളം ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷെറീന നല്ലൊരു ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഡിഷ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള എന്നാൽ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഷ് പ്രേക്ഷകരെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്.
പഴവും പൊതുവേ നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും പഴവും തേങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇന്നുണ്ടാക്കിയിരിക്കുന്ന വിഭവം ഉന്നക്കായ ഓക്കെ ട്രൈ ചെയ്യാം. റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഷെറീന ഉണ്ടാക്കിയിട്ടുള്ള ഉന്നക്കായയാണ്. മലബാറുകാർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന അടിപൊളി ഡിഷുകളിൽ ഒന്നാണ് ഉന്നക്കായ. അപ്പോൾ അത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ ഷെറീന നമുക്ക് ടിപ്സ് ഒക്കെ തന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും റംസാൻ മുബാറക്.